അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫങ്ഷൻസ്, അതാണ് ക്വസ്റ്റ്യൻ. നമ്മൾ പറഞ്ഞെന്താ, വൈ ഡു വി നീഡ് എ കോൺസ്റ്റിറ്റ്യൂഷൻ? എന്തിനു വേണ്ടിയാണ് ഒരു ഭരണഘടന? അപ്പൊ അതിൽ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫങ്ഷൻസിനെ 5ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. കോൺസ്റ്റിറ്റ്യൂഷണൽ ഫങ്ഷൻസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 5 കാറ്റഗറീസ്. 5ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. നമ്പർ 1, കോൺസ്റ്റിറ്റ്യൂഷൻ allows coordination and assurance. ഒന്നാമത്തത്, കോൺസ്റ്റിറ്റ്യൂഷൻ അലോസ് കോഓർഡിനേഷൻ ആൻഡ് അഷുറൻസ്. ഒന്നാമത്തെ പോയിന്റ് അതാ. ഒന്നാമത്തെ പോയിന്റ് എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷൻ അലോസ് കോഓർഡിനേഷൻ ആൻഡ് അഷുറൻസ്. ഭരണഘടന ഏകോപനവും ഉറപ്പും നൽകുന്നു. ഒന്നാമത്തെ പോയിന്റ് അതാ. 2, സ്പെസിഫിക്കേഷൻ ഓഫ് decision making powers. Specification of decision making powers of decision making powers. രണ്ടാമത്തെ പോയിന്റാ. തീരുമാനമെടുക്കാനുള്ള അധികാരം. അതായത് തീരുമാനമെടുക്കാനുള്ള അധികാരം വ്യക്തമാക്കുക, സ്പെസിഫിക്കേഷൻ ചെയ്യുക. ഓഫ് ഡിസിഷൻ മേക്കിംഗ് പവേഴ്സ്. രണ്ടാമത്തെ അതാ, തീരുമാനമെടുക്കാനുള്ള അധികാരം. 3, ലിമിറ്റേഷൻസ് ഓൺ ദി പവേഴ്സ് ഓഫ് ഗവൺമെന്റ്. ലിമിറ്റേഷൻസ് ഓൺ ദി പവേഴ്സ് ഓഫ് ഗവൺമെന്റ്. ലിമിറ്റേഷൻസ് ഓൺ ദി പവേഴ്സ് ഓഫ് ഗവൺമെന്റ്. ഗവൺമെന്റിന്റെ അധികാരങ്ങൾക്ക് പരിധി നിശ്ചയിക്കുക. മൂന്നാമത്തെ പോയിന്റ് അതാ. 4th, ഡിക്ലറേഷൻ. ഡിക്ലറേഷൻ ഓഫ് ദി ആസ്പിരേഷൻ ആൻഡ് ഗോൾസ് ഓഫ് എ സൊസൈറ്റി. ഡിക്ലറേഷൻ ഓഫ് ദി ആസ്പിരേഷൻ ആൻഡ് ഗോൾസ് ഓഫ് എ സൊസൈറ്റി. ഒരു സമൂഹത്തിന്റെ ലക്ഷ്യങ്ങളും അഭിലാഷങ്ങളും. ഡിക്ലറേഷൻ ഓഫ് ദി ആസ്പിരേഷൻ ആൻഡ് ഗോൾസ് ഓഫ് എ സൊസൈറ്റി. 4th, അടുത്ത 5th പോയിന്റ്, 5ാമത്തെ ഘടകം. അപ്പോൾ ഫങ്ഷൻസ് ആണ്. കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് പരീക്ഷയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് ഈ പോയിന്റ്സ് എഴുതാൻ പറ്റണം. 5ാമത്തെ എന്താ? റിഫ്ലെക്ട്സ് ദി fundamental identity of a people. Reflects the fundamental identity of a people. 5ാമത്തെ പോയിന്റ് അതാ. റിഫ്ലെക്ട്സ് ദി ഫണ്ടമെന്റൽ ഐഡന്റിറ്റി ഓഫ് എ പീപ്പിൾ. അപ്പോ ക്വസ്റ്റ്യൻ ഇതില് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദി ഫങ്ഷൻസ് ഓഫ് എ കോൺസ്റ്റിറ്റ്യൂഷൻ? ഒരു ഭരണഘടനയുടെ ധർമ്മങ്ങൾ എന്തെല്ലാം? അപ്പോൾ ഒന്നാമത്തെ ധർമ്മം എന്താ? കോൺസ്റ്റിറ്റ്യൂഷൻ അലോസ് കോഓർഡിനേഷൻ ആൻഡ് അഷുറൻസ്. ഭരണഘടന ഏകോപനവും ഉറപ്പും നൽകുന്നു. കോൺസ്റ്റിറ്റ്യൂഷൻ അലോസ് കോഓർഡിനേഷൻ ആൻഡ് അഷുറൻസ്. സെക്കൻഡ് പോയിന്റ് എന്താ? സ്പെസിഫിക്കേഷൻ ഓഫ് ഡിസിഷൻ മേക്കിംഗ് പവേഴ്സ്. തീരുമാനമെടുക്കാനുള്ള അധികാരം വ്യക്തമാക്കൽ. രണ്ടാമത്തത്, ഇത് പഠിച്ചു പോവുക, സ്പെസിഫിക്കേഷൻ ഓഫ് ഡിസിഷൻ മേക്കിംഗ് പവേഴ്സ്. തീരുമാനമെടുക്കാനുള്ള അധികാരം വ്യക്തമാക്കുക. 3rd, ലിമിറ്റേഷൻസ് ഓൺ ദി പവേഴ്സ് ഓഫ് ഗവൺമെന്റ്. ഗവൺമെന്റിന്റെ അധികാരങ്ങൾക്ക് പരിധി നിശ്ചയിക്കുക. 4th, ഡിക്ലറേഷൻ ഓഫ് ദി ആസ്പിരേഷൻ ആൻഡ് ഗോൾസ് ഓഫ് എ സൊസൈറ്റി. ഒരു സമൂഹത്തിന്റെ ഗോൾസ് ആൻഡ് ആസ്പിരേഷൻ, അഭിലാഷങ്ങൾ, ഗോൾസ് ലക്ഷ്യങ്ങൾ.
ഒരു സമൂഹത്തിൻ്റെ ലക്ഷ്യങ്ങളും അഭിലാഷങ്ങളുമാണ് ഭരണഘടന എന്ന് പറയുന്നത്. ലാസ്റ്റ് പോയിന്റ് എന്താ? റിഫ്ലെക്ട്സ് ദി ഫണ്ടമെന്റൽ ഐഡന്റിറ്റി ഓഫ് എ പീപ്പിൾ. റിഫ്ലെക്ട്സ് ദി ഫണ്ടമെന്റൽ ഐഡന്റിറ്റി ഓഫ് എ പീപ്പിൾ. ഒരു സമൂഹത്തിൻ്റെ, ഒരു ജനതയുടെ മൗലിക വ്യക്തിത്വം. അപ്പൊ ഈ 5 പോയിന്റ് നമ്മൾ എക്സാമിൻ ചെയ്യുമ്പോൾ ആ കോൺസ്റ്റിറ്റ്യൂഷന്റെ നീഡ്, ആവശ്യകത, വൈ ഡു വി നീഡ് എ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാ, ഭരണഘടനയുടെ ആവശ്യകത എന്തെന്നാ. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷന്റെ നീഡ് എന്താണെന്ന് നമ്മളതിൻ്റെ ഫംഗ്ഷനിലൂടെ നമ്മൾ വെരിഫൈ ചെയ്യുക. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണെന്ന് ഒരു ഓവറോൾ ഐഡിയ നിങ്ങൾക്കുണ്ട്, അതിൻ്റെ നേച്ചർ എന്താണെന്ന് മനസ്സിലായി, എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നും മനസ്സിലായി. ഇവിടെ എന്താ? കോൺസ്റ്റിറ്റ്യൂഷന്റെ ധർമ്മങ്ങൾ നമ്മൾ പഠിക്കുക. കേട്ടോളുക. കോൺസ്റ്റിറ്റ്യൂഷൻ അലോസ് കോർഡിനേഷൻ ആൻഡ് അഷുറൻസ്. ഭരണഘടന ഏകോപനവും ഉറപ്പും നൽകുന്നു. കാരണം എന്താ? ഒരു സൊസൈറ്റിയുടെ, ഒരു സ്റ്റേറ്റിന്റെ ഡിഫറൻ്റ് ആയിട്ടുള്ള, ഒരു സൊസൈറ്റിക്ക് ഡിഫറൻ്റ് ആയിട്ടുള്ള നേച്ചറാ. കാരണം എന്താ? ഇന്ത്യൻ സൊസൈറ്റിയുടെ നേച്ചർ നമുക്കറിയാം. ടാഗോർ ഇന്ത്യൻ സൊസൈറ്റിയെ കൺസിഡർ ചെയ്ത് എങ്ങനെയാ? യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന, നാനാത്വത്തിൽ ഏകത്വം എന്നാണ് ഇന്ത്യൻ സൊസൈറ്റിയെ ആര് വിശേഷിപ്പിച്ചത്? ടാഗോർ. അപ്പോൾ എന്താ? ആ ഇന്ത്യൻ സൊസൈറ്റിയുടെ നേച്ചർ നമുക്കറിയാം. ഡിഫറൻ്റ് ആയിട്ടുള്ള എന്ത് ചെയ്യുന്നു പീപ്പിളാണ്, അവരുടെ ഡിഫറൻ്റ് ആണ്, ഫുഡ് ഐറ്റംസ് എങ്ങനെയാണ്, കൾച്ചർ എങ്ങനെയാണ്, അങ്ങനെ എല്ലാത്തിലും വളരെ ഡിഫറൻസ്, ഒരു ഡൈവേഴ്സിറ്റി ഉള്ള ഒരു സൊസൈറ്റിയാണ് ഇന്ത്യൻ സൊസൈറ്റി. അപ്പോൾ അങ്ങനെ ഡൈവേഴ്സിറ്റി കീപ്പ് ചെയ്യുന്ന ഒരു സൊസൈറ്റിയിൽ സ്ട്രോങ് ആയിട്ടുള്ള, എഫിഷ്യൻ്റ് ആയിട്ടുള്ള, ക്ലാരിറ്റി ഉള്ള, റിട്ടൺ ആയിട്ടുള്ള, റിജിഡ് ആയിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടുത്തെ ഗവൺമെന്റൽ സിസ്റ്റം വളരെ സ്മൂത്ത് ആയിട്ട് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് കോൺസ്റ്റിറ്റ്യൂഷൻ അവിടെ ഒരു സ്ട്രോങ് ആയിട്ടൊരു ഫങ്ഷൻ അവിടെ അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം എന്താ? കോർഡിനേഷൻ ആൻഡ് അഷുറൻസ്, ഏകോപനം, എല്ലാവരെയും ഏകോപിപ്പിച്ചു കൊണ്ടുപോകുന്നു, ഉറപ്പാക്കുന്നു. കാരണം എന്താ? ഇപ്പോൾ ഒരു സിറ്റിസനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏറ്റവും വലിയ റൈറ്റ് എന്താ? ഫണ്ടമെന്റൽ റൈറ്റ്സ്, മൗലിക അവകാശങ്ങൾ. ആ ഫണ്ടമെന്റൽ റൈറ്റ്സ്, മൗലിക അവകാശങ്ങൾ നമുക്കെന്താ? 6 ഫണ്ടമെന്റൽ റൈറ്റ്സ് ഗ്യാരണ്ടീഡ് ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ ഭരണഘടന 6 മൗലിക അവകാശങ്ങൾ ഉറപ്പാക്കുന്നു, ഗ്യാരണ്ടി ചെയ്യാണ്. അത് ആരുള്ളത് കൊണ്ടാ? ഭരണഘടന ഉള്ളത് കൊണ്ടാ. ഒരു ഗവൺമെന്റിന്റെ പവേഴ്സിനെ ഡിവൈഡ് ചെയ്യുന്നു, ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി. വളരെ ഈസി ആയിട്ട് ആ ഗവൺമെന്റിന്റെ പവേഴ്സിനെ എന്ത് ചെയ്യും? ആ ഗവൺമെന്റിന്റെ ഡിവൈഡ് ചെയ്തിരിക്കുന്ന, ഒരു സ്റ്റേറ്റിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്ന ആ പവേഴ്സിനെ വളരെ ക്ലിയർ ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നു. എന്തുകൊണ്ടാ? ഭരണഘടന ഉള്ളത് കൊണ്ടാ. അതാ അവിടെ പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ അലോസ് കോർഡിനേഷൻ ആൻഡ് അഷുറൻസ്. സെക്കൻഡ്ലി, സ്പെസിഫിക്കേഷൻ ഓഫ് ഡിസിഷൻ മേക്കിംഗ് പവേഴ്സ്, തീരുമാനമെടുക്കാനുള്ള അധികാരം വ്യക്തമാക്കൽ. ഇന്ത്യൻ യൂണിയൻ സ്ട്രോങ് ആണ്. ആ ഇന്ത്യൻ യൂണിയനിൽ സ്ട്രോങ് ആയിട്ടൊരു ഡിസിഷൻ എടുക്കാൻ ഇവിടുത്തെ ക്യാബിനറ്റിനുള്ള ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് ആരാ? ഭരണഘടനയാണ്. ഒരു സ്ട്രോങ് കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ളത് കൊണ്ടാണ് ഒരു സ്ട്രോങ് ആയിട്ടൊരു ഡിസിഷൻ എടുക്കാൻ കഴിയുന്നത്. കാരണം എന്താ? നമ്മളൊരു ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റാ, ഒരു സോവറൻ സ്റ്റേറ്റാ. നമ്മുടെ ഇന്ത്യൻ യൂണിയന്റെ കോർണർ സ്റ്റോൺ എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷനാണ്. അപ്പൊ ആ കോൺസ്റ്റിറ്റ്യൂഷനിൽ സ്ട്രോങ് ആയിട്ട്, ആ കോൺസ്റ്റിറ്റ്യൂഷനെ ബേസ് ചെയ്ത് ഇന്ത്യ ഗവൺമെന്റിന്, ഇന്ത്യയുടെ ക്യാബിനറ്റിന്, ഇന്ത്യൻ പാർലമെന്റിന് സ്ട്രോങ് ആയിട്ടൊരു ഡിസിഷൻ എടുക്കാം. ഏത് കാര്യം, ഇന്റേണൽ ആയാലും എക്സ്റ്റേണൽ ആയാലും, ഗവൺമെന്റൽ സിസ്റ്റം ആയാലും, ജുഡീഷ്യറി ആയാലും, ലെജിസ്ലേച്ചർ ആയാലും, എക്സിക്യൂട്ടീവ് ആയാലും, ഫണ്ടമെന്റൽ റൈറ്റ്സിനെ സംബന്ധിച്ച ഏതും കോൺസ്റ്റിറ്റ്യൂഷണൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് സ്ട്രോങ് ആയിട്ട് നമുക്കൊരു ഡിസിഷൻ എടുക്കാൻ കഴിയും. അതാണ് സെക്കൻഡ് ഫംഗ്ഷൻ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. തേർഡ്, ലിമിറ്റേഷൻ ഓൺ ദി പവേഴ്സ് ഓഫ് ഗവൺമെന്റ്. ഗവൺമെന്റിന്റെ അധികാരങ്ങൾക്ക് പരിധി നിശ്ചയിക്കുക. കാരണം എന്താ? ഗവൺമെന്റിന് ആ ഗവൺമെന്റിന്റെ പവേഴ്സ് എന്താണെന്ന് കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്ത് ചെയ്തിട്ടുണ്ട്? 1 by 1 ആയിട്ട് ആഡ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അതിൽ എന്ത് ചെയ്യുന്നു? കൂടുതലായിട്ട് ഇപ്പൊ ഗവൺമെന്റിന് ഇന്ന അധികാരങ്ങളുണ്ട്, ആ അധികാരങ്ങൾ ഗവൺമെന്റ് ചെയ്തോളണം, അതിൽ കൂടുതൽ ചെയ്യാൻ പാടില്ല. അങ്ങനെ ഒരു വിഷയം വന്നാൽ എന്ത് സംഭവിക്കും? നമുക്കറിയാം, ഗാർഡിയൻ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ആരാ? ദി സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ സുപ്രീം കോടതിയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ സംരക്ഷകൻ, പ്രൊട്ടക്ടർ, ഗാർഡിയൻ, രക്ഷിതാവ്, സംരക്ഷകൻ എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? സുപ്രീം കോടതിയാണ് പറയുന്നത്. അപ്പോൾ അവിടെ എന്ത് ചെയ്യും? ഗവൺമെന്റ്
കോൺസ്റ്റിറ്റ്യൂഷനെ വിട്ട് എന്തെങ്കിലും ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ അവിടെ സ്ട്രോങ് ആയിട്ട് അതിനെ ഒപ്പോസ് ചെയ്യും? സുപ്രീം കോർട്ട് ഒപ്പോസ് ചെയ്യും. അപ്പോൾ അവിടെ എന്തുണ്ട്? ഗവൺമെന്റിന്റെ പവേഴ്സിന് ലിമിറ്റേഷൻ ഉണ്ട്, പരിധിയുണ്ട്. പരിധിക്ക് പുറത്തു പോകാൻ കഴിയില്ല. ഫോർത്ത്, ഡിക്ലറേഷൻ ഓഫ് ദി ആസ്പിറേഷൻ ആൻഡ് ഗോൾസ് ഓഫ് എ സൊസൈറ്റി. ഒരു സമൂഹത്തിന്റെ അഭിലാഷങ്ങൾ എന്താണ്, ലക്ഷ്യങ്ങൾ എന്താണ്? നമ്മൾ ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയാമായിരിക്കും, പഠിച്ചിട്ടുണ്ടാവും. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. ഫണ്ടമെന്റൽ റൈറ്റ്സും ഫണ്ടമെന്റൽ ഡ്യൂട്ടീസും പോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, രാഷ്ട്ര നയത്തിലെ നിർദ്ദേശക തത്വങ്ങൾ. നിങ്ങൾക്ക് പഠിക്കാനുണ്ട്, ഇതിൽ തന്നെ നമ്മൾ വേറൊരു ചാപ്റ്റർ പഠിക്കും. ഗാന്ധിയൻ പ്രിൻസിപ്പിൾ, ലിബറൽ പ്രിൻസിപ്പിൾ, അതുപോലെ സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിൾ, ഇങ്ങനെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഒരു സ്റ്റേറ്റ് അവിടുത്തെ പീപ്പിൾസിന് വേണ്ടി എന്ത് അഡോപ്റ്റ് ചെയ്യണം? കാരണം നമുക്കറിയാം മോഡേൺ സ്റ്റേറ്റിന്റെ ബേസിക് എയിം എന്ന് പറയുന്നത് എന്താ? വെൽഫെയർ ഓഫ് എ പീപ്പിൾ, വെൽഫെയർ ഓഫ് ദി പീപ്പിൾ, ജനങ്ങളുടെ ക്ഷേമമാണ്. അപ്പോൾ ആ ക്ഷേമം നടപ്പിലാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഡിക്ലറേഷൻ ഓഫ് ദി ആസ്പിറേഷൻ ആൻഡ് ഗോൾസ് ഓഫ് എ സൊസൈറ്റി, ഒരു സമൂഹത്തിന്റെ ലക്ഷ്യം, അഭിലാഷങ്ങൾ എന്താണെന്ന് അറിയണം. അതൊക്കെ ഭരണഘടന എഴുതി വെച്ചേക്കുക. ഇന്ന ഇന്ന കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കണം, ഇതൊക്കെ ആയിരിക്കും ഒരു രാഷ്ട്രത്തിന്റെ ലക്ഷ്യം, ഇന്ന കാര്യങ്ങൾ ചെയ്തിരിക്കണം എന്ന് വ്യക്തതയോടുകൂടി ആ ഭരണഘടനയ്ക്കകത്ത് പറഞ്ഞിരിക്കും. ഇവിടെ എന്തെങ്കിലും തടസ്സമുണ്ടോ? ആരും ഒരു തടസ്സവും ഇല്ല. അതനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോയാൽ മതി. ലാസ്റ്റ്ലി, റിഫ്ലെക്ട്സ് ദി ഫണ്ടമെന്റൽ ഐഡന്റിറ്റി ഓഫ് എ പീപ്പിൾ. ഒരു ജനതയുടെ മൗലിക വ്യക്തിത്വം എന്ന് പറയുന്നത് ഭരണഘടനയാണ്. ഐഡന്റിറ്റി നമ്മൾ പറയാറുണ്ട് അല്ലേ? ഇന്ത്യൻ സിറ്റിസൺ, ഇന്ത്യൻ പൗരൻ. നമ്മുടെ സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷനെ ബേസ് ചെയ്താണ്. നമുക്കൊക്കെ ഉള്ളത് നാച്ചുറൽ സിറ്റിസൺഷിപ്പാണ്, സ്വാഭാവിക പൗരത്വമാണ്. സിറ്റിസൺഷിപ്പ് ബൈ ബർത്ത്, ജന്മം കൊണ്ട് ലഭിച്ച പൗരത്വം. ആ സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഐഡന്റിറ്റിയാണ്. ആ ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഇന്ന് കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ വളരെ റിട്ടൺ ഡോക്യുമെന്റ് എന്നുള്ളൊരു ബേസിൽ തന്നെ ആ സിറ്റിസൺഷിപ്പിനെ സംബന്ധിച്ചുള്ള ഒരു സ്പെഷ്യൽ പാർട്ടുണ്ട്. നാച്ചുറൽ സിറ്റിസൺഷിപ്പും അക്വേർഡ് സിറ്റിസൺഷിപ്പൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. അപ്പം നമ്മളെന്താ? ഇന്ത്യൻ പൗരനാണ്, ഇവിടെ ജനിച്ചു വളർന്നവരാണ്, നമുക്ക് ഇന്ന അധികാരങ്ങളുണ്ട്, അവകാശങ്ങളുണ്ട്, ജീവിക്കാനുള്ള റൈറ്റ് ടു ലൈഫ്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ജീവിക്കാനുള്ള അവകാശം. അപ്പം അതൊക്കെ നമുക്ക് എന്ത് ചെയ്യും? വളരെ സ്ട്രോങ് ആയിട്ട് നമുക്കിവിടെ അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ളത് കൊണ്ടാണ്, ഭരണഘടനയുള്ളത് കൊണ്ടാണ്. അതാ അവിടെ പറയുന്നത് റിഫ്ലെക്ട്സ് ദി ഫണ്ടമെന്റൽ ഐഡന്റിറ്റി ഓഫ് എ പീപ്പിൾ, ഒരു ജനതയുടെ മൗലിക വ്യക്തിത്വം. അപ്പോൾ ശ്രദ്ധിക്കുക, പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്, മലയാളം കൂടി കേട്ടു പോവുക. എന്താ? വാട്ട് ആർ ദി ഫങ്ഷൻസ് ഓഫ് എ കോൺസ്റ്റിറ്റ്യൂഷൻ? ഒരു ഭരണഘടനയുടെ ചുമതലകൾ എന്തെല്ലാം? എന്തൊക്കെയാണ്? നമ്പർ 1, കോൺസ്റ്റിറ്റ്യൂഷൻ അലോസ് കോർഡിനേഷൻ ആൻഡ് അഷുറൻസ്. ഭരണഘടന ഏകോപനവും ഉറപ്പും നൽകുന്നു. നമ്പർ 2, സ്പെസിഫിക്കേഷൻ ഓഫ് ഡിസിഷൻ മേക്കിംഗ് പവേഴ്സ്. തീരുമാനമെടുക്കാനുള്ള അധികാരം വ്യക്തമാക്കൽ. കേട്ടോളുക, സ്പെസിഫിക്കേഷൻ ഓഫ് ഡിസിഷൻ മേക്കിംഗ് പവേഴ്സ്, തീരുമാനമെടുക്കാനുള്ള അധികാരം വ്യക്തമാക്കൽ. തേർഡ്, ലിമിറ്റേഷൻ ഓൺ ദി പവേഴ്സ് ഓഫ് ഗവൺമെന്റ്, ഗവൺമെന്റിന്റെ അധികാരങ്ങൾക്ക് പരിധി നിശ്ചയിക്കുക. ഫോർത്ത്, ഡിക്ലറേഷൻ ഓഫ് ദി ആസ്പിറേഷൻ ആൻഡ് ഗോൾസ് ഓഫ് എ സൊസൈറ്റി, ഒരു ജനതയുടെ അല്ലെങ്കിൽ ഒരു സമൂഹത്തിന്റെ അഭിലാഷങ്ങളും ലക്ഷ്യങ്ങളും എന്ത് ഡിക്ലെയർ ചെയ്യുന്നത്, പ്രഖ്യാപനം നടത്തുന്നത് ഭരണഘടനയാണ്. ഭരണഘടനയിലൂടെയാണ് പ്രഖ്യാപിക്കുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസും ഫണ്ടമെന്റൽ റൈറ്റ്സും ഫണ്ടമെന്റൽ ഡ്യൂട്ടീസും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റൈറ്റ്സും എല്ലാം അതിന്റെ പാർട്ടാണ്. ലാസ്റ്റ്ലി, റിഫ്ലെക്ട്സ് ദി ഫണ്ടമെന്റൽ ഐഡന്റിറ്റി ഓഫ് എ പീപ്പിൾ, ഒരു ജനതയുടെ മൗലിക വ്യക്തിത്വം എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്? ഭരണഘടന തന്നെ. അപ്പോ എന്താണ് ഭരണഘടന? വാട്ട് ഈസ് എ കോൺസ്റ്റിറ്റ്യൂഷൻ? what is the nature of constitution? Different types of constitution, functions of constitution. ഇതൊക്കെ ഒരു ഐഡിയ, ഇത് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ചുള്ള ഒരു ഐഡിയ, അതാണ് നമ്മൾ ഈ ചാപ്റ്ററിന്റെ ഒരു എയിം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലെന്താ? നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫങ്ഷൻസ് ചോദിച്ചാൽ വ്യക്തമായിട്ട് ഈ 5 പോയിന്റ് പഠിച്ചു വയ്ക്കണം. ഇത് വ്യക്തമായി എഴുതി വെച്ചാൽ മാത്രമേ നമുക്ക് പഠിക്കാൻ പറ്റൂ. കോൺസ്റ്റിറ്റ്യൂഷന്റെ നേച്ചർ ചോദിച്ചാൽ നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എടുക്കുക. റിട്ടൺ, അൺറിട്ടൺ, റിജിഡ്, ഫ്ലെക്സിബിൾ. അതുപോലെ
വൈ ഡു വി നീഡ് എ കോൺസ്റ്റിറ്റ്യൂഷൻ? നമുക്ക് എന്തിനു വേണ്ടിയാണ് ഒരു ഭരണഘടന എന്ന് ചോദിച്ചാൽ നമുക്ക് ഇത് തന്നെ എഴുതാൻ പറ്റും. കോൺസ്റ്റിറ്റ്യൂഷന്റെ ബേസിക് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ അതിന്റെ ഫങ്ഷൻസിനെ ബേസ് ചെയ്താണ് നമുക്ക് ആൻസർ എഴുതേണ്ടത്. 5 മാർക്കിന്റെ ക്വസ്റ്റ്യനായത്. പരീക്ഷയ്ക്ക് ഉറപ്പായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, കാലാകാലങ്ങളിലായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യനാണ്. കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫങ്ഷൻസ് എന്താണ്, ആ ഫങ്ഷൻസ് എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്? കോൺസ്റ്റിറ്റ്യൂഷണൽ അസംബ്ലി നമുക്കറിയാം, ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബിൽഡർ എന്ന് പറയുന്ന ഡോക്ടർ BR അംബേദ്കർ ആണ്. കാരണം എന്താ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ലോസ്, നിയമങ്ങൾ കംപ്ലീറ്റ് 1 by 1 ആയി പ്രിപ്പയർ ചെയ്ത് നമ്മുടെ ഡോക്ടർ BR അംബേദ്കർ. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഫാദർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് തന്നെ കൺസിഡർ ചെയ്യുന്നത്. ഭരണഘടന അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷനെ ബേസ് ചെയ്ത്. കാരണം എന്താ, കോൺസ്റ്റിറ്റ്യൂഷൻ എടുക്കുമ്പോൾ ആദ്യം നമ്മൾ കാണുന്ന പ്രിയാമ്പിൾ കേട്ടിട്ടുണ്ടാവും. പ്രിയാമ്പിൾ, ഈ ഒരു വാക്ക് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാ. പ്രിയാമ്പിൾ എന്നുള്ളൊരു വാക്ക് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാ. എന്താണ് പ്രിയാമ്പിൾ? ആമുഖം. എന്താണ് ആമുഖം? ഈ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിൾ പ്രിപ്പയർ ചെയ്തത് ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ജവഹർലാൽ നെഹ്റുവാണ്. പ്രിയാമ്പിൾ പ്രിപ്പയർ ചെയ്തത് ജവഹർലാൽ നെഹ്റുവാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ ബിൽഡർ എന്ന് പറയുന്നത് അംബേദ്കറാണ്. പിന്നെ നമുക്കിനി പഠിക്കാൻ പോകുന്നുണ്ട് ഫണ്ടമെന്റൽ റൈറ്റ്സ്. അതിന്റെ ബിൽഡർ എന്ന് പറയുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, ദി അയൺ മാൻ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്ന സർദാർ വല്ലഭായ് പട്ടേലാണ് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ്, മൗലിക അവകാശങ്ങൾ അത് പ്രിപ്പയർ ചെയ്തത്.